എവിടേക്കോ പോയി. ഞാൻ ചേച്ചി ഇവിടേക്ക് വന്നോന്ന് അറിയാൻ വന്നത്. ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയ ആളെ തിരക്കി ദേ ഇപ്പഴാ വന്നിരിക്കുന്നെ. കൊള്ളാം കൊള്ളാം കുഞ്ഞേച്ചി, ഇങ്ങനെ തന്നെ വേണം. എല്ലാത്തിനും കൂടെയുണ്ട് ഒപ്പമുണ്ട് എന്ന് പറയുന്ന ആളിന്റെ തനി നിറം കാണിച്ചു തന്നതിന് നന്ദിയുണ്ട്, പെരുത്ത നന്ദിയുണ്ട്. ഞാൻ വന്നിരിക്കുന്നതേ നിന്നോട് തർക്കിക്കാനോ മത്സരിക്കാനോ അല്ല. ശാരിക ചേച്ചി ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഒരാളും ഇല്ല. ഞാൻ ഈ പകൽ മുഴുവൻ അവളെ നോക്കി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നിരങ്ങിയിട്ടാ വന്നിരിക്കുന്നത്. എവിടെ പോയെന്ന് അറിയാനും പാടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം. കായലിലോ പുഴയിലോ ചാടിയിട്ടുണ്ടെങ്കിൽ നേരത്തോട് നേരാകുമ്പോ ചത്തു പോകുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ അറിയാൻ പറ്റും. നീ പോയിട്ട് നാളെ വാ. ഇനി വരാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിലെ ചരമക്കോളത്തിൽ നോക്കിയാലും മതി. അച്ഛാ, പിന്നെ ഞാനിതിനൊക്കെ എന്ത് മറുപടി പറയണം? ശാലിനി, ഞാനും അച്ഛനും ഒക്കെ ശാരിയേച്ചി അന്വേഷിച്ചിട്ട് ഇപ്പൊ ഒന്ന് കേറിയതേ ഉള്ളൂ. എവിടെയാണെന്ന് അറിയില്ല. ശാലിനി അല്ലാതെ ശാരിയേച്ചി വേറെ ആരും കണ്ടിട്ടുമില്ല. ഇപ്പൊ കുഞ്ഞും പോയി, കുഞ്ഞിന്റെ അമ്മയും പോയി. ആ കുട്ടി ഇവിടെ ആയിരുന്നെങ്കിൽ ഞാനെങ്കിലും നോക്കിയേനെ. നിന്റെ നോട്ടത്തിന്റെ കാര്യമൊന്നും പറയണ്ട. നിന്റെ നോട്ടം കൂടിപ്പോയതുകൊണ്ടാ ചേച്ചി കുഞ്ഞിനെ രാജീവ് സാറിന്റെ വീട്ടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടിയത്. അച്ഛാ കേട്ടല്ലോ, ഓരോന്നും പറഞ്ഞൊപ്പിച്ചോണ്ട് വരുന്ന കേട്ടല്ലോ. ഇവിടെ ആയിരുന്നെങ്കിൽ ആ കൊച്ചു ജീവനോടെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോ എന്തോ പറ്റിയെന്ന് ആർക്കറിയാം. ചത്തോ ജീവനോടുണ്ടോന്ന് ദൈവത്തിനറിയാം. ശ്യാമേ, എന്നെ വിളിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എല്ലാം വരുത്തി വെച്ചിട്ട് പുതിയ ഭർത്താവും കുട്ടികളുമായിട്ട് സുഖിച്ച് താമസിക്കുകയല്ലേ. ശ്യാമ, നിന്നെ ഞാൻ- പോകരുത്. അവള് പറഞ്ഞില്ല എന്താ തെറ്റ്? നീ എന്തിനാ അവന്റെ കൂടെ പോയി താമസിക്കുന്നത്? അവൻ നിന്നെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെയല്ലേ ആദ്യം കയറി വന്നത്. എന്നെ ഇവിടെ കേട്ടില്ലല്ലോ. ഇറക്കി വിട്ടില്ലേ ഇവിടുന്ന്? നിങ്ങൾ ഇറക്കി വിട്ടപ്പോഴേ എനിക്ക് അഭയം തന്നത് ആ മനുഷ്യനാ. നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുണ്ടാക്കി പറയാൻ വലിയ ഉത്സാഹ. മനുഷ്യരുടെ ഇടയിലുള്ള നന്മകളെ മനസ്സിലാക്കാനുള്ള കണ്ണും കാതും നിങ്ങൾക്കില്ല. അയാള് സ്വന്തം മക്കളെ പോലെയാ എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. എന്നുവെച്ച് ഞാൻ അയാളെ ഭർത്താവായി കണ്ടിട്ടൊന്നുമില്ല. പ്രതിഫലം അറിയിക്കാത്ത സ്നേഹം, അതാണ് അയാൾ എന്റെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിന്റെ സത്യസന്ധതയും മഹത്വമൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അയാള് കാണിക്കുന്ന സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും എനിക്ക് അയാളോട് കടപ്പാടുണ്ട്. അതിനെ ഇനി ഏതൊക്കെ രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്കൊന്നുമില്ല.